ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. കാരണം കസിൻസൊക്കെ വന്നുകൊണ്ടിട്ട് ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്നലെ ഉച്ചക്കത്തുള്ള ഫുഡിൻ്റേതാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ചക്കക്കുരുവും ചെമ്മീനും കൂടെ തോരൻ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മി പാതി ചെമ്മീൻ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇങ്ങനെ ചക്കക്കുരുവൊക്കെ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊലി അധികം കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോകുമെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് അധികം കളഞ്ഞിട്ടില്ല. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ഒരു പകുതി വേവാക്കിയാണ് വെച്ചത്. ഇനി അതിലേക്ക് തന്നെ പിന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ചക്കക്കുരു വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഉമ്മി ഇങ്ങനെ വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ശരിയാവില്ല, നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വോയിസ് എടുത്തത്. അപ്പോൾ ചക്കക്കുരു വേവണ ടൈം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 4 പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സിയുടെ ജാറിലേക്ക്. അതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ സവാള എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയിൽ അരിഞ്ഞ് വെച്ച സവാളയാണ് ഒന്നിച്ചെടുത്തത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇങ്ങനെ ചതഞ്ഞ് ഇതായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഇതാവാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചക്കക്കുരുയുടെ വെള്ളമൊക്കെ ഇതേപോലെ കുറച്ച് ഉണ്ട്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കാരണം എന്താണ്, അടിക്കൊന്നും പിടിക്കരുതല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ കൂട്ടി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നായിരുന്നു, അടിക്ക് പിടിച്ചായിരുന്നു. അപ്പോൾ വേറെ ചട്ടിയിലിട്ടാണ് കൊടുത്തത്. ഇനി ഇതേപോലെ ചതച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചക്കക്കുരുവും ചെമ്മീനും കൂടെ ഉള്ളൊരു തോരനാണ് കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പ് ഒന്നും കൂടെ കത്തിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു അരപ്പൊക്കെ ഒന്ന് ചൂടായി വരണമല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തീ കത്തിച്ച് കൊടുക്കാം. ഇതിപ്പോൾ വേറൊരു ചട്ടിയിലേക്കാണ് മാറ്റി കൊടുത്തേക്കുന്നത്. മറ്റേ ചട്ടിയിൽ കുറച്ച് അടി പിടിച്ചായിരുന്നു. കാരണം കൂട്ടി വെച്ചിട്ട് എന്തോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് മാറിയതാണ്. അപ്പത്തിനും നന്നായിട്ട് അടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു ചട്ടിയിൽ ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പാകത്തിന് വെള്ളവും കൂടെ ഒരിത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇതിൽ. അപ്പോൾ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ്, ചക്കക്കുരുവും ചെമ്മീനും കൂടി ഇട്ടുള്ളൊരു തോരന്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.